ഹലോ, അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കാം. ഇത് വന്നിട്ടൊരു വർക്ക് ഫ്രം ഹോം ആണ്. ഇത് വർക്ക് മോഡ് റിമോട്ട് എന്നാണ്. ഇത് കമ്പനി തന്നെ പറഞ്ഞിരുന്നത് വർക്ക് ഫ്രം ഹോം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിടക്കാം. ഇത് 28/2/2026 വരെ, ഫെബ്രുവരി 2026 28-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? കമ്പനീസ് ഹയറിംഗ് BSc, BCA, BCom, BTech ഫ്രഷേഴ്സ്, വർക്ക് ഫ്രം ഹോം. ഓക്കെ ആണ്, ഇത് വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ, അബൌട്ട് ഈ കമ്പനിയുടെ പേര് ഇന്ത്യം എന്നാണ്. കമ്പനി ഒരു ഗ്ലോബൽ AI ഡ്രിവൺ ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിച്ചോളൂ. ഇതിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡെസിഗ്നേഷൻ ഡാറ്റ അനോട്ടേറ്റർ. ഓക്കെ, ഹയർ ടൈപ്പ് trainee shortlisted candidates will be onboarded as trainees upon successful completion of training program. അതായത് ഇത് സെലക്ഷൻ ആയി കഴിഞ്ഞാൽ ഓൺബോർഡ് ചെയ്യും. പിന്നെ they will be converted to as full time employee. ഇതെല്ലാം FTE എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പുതിയ കോർപ്പറേറ്റ് വേൾഡിന്റെ പുതിയ ഓരോരോ ഇതാണ്. FTE അതായത് ഫുൾ ടേം എംപ്ലോയി ആവും. എനിവർ ബിറ്റ്വീൻ 6 to 12 months വർക്ക് ചെയ്യുമ്പോൾ ഫുൾ ടൈം എംപ്ലോയി ആവും. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് ഇത് വർക്ക് മോഡാണെന്ന് പറഞ്ഞു. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? 2025, 2024, 2023 ഗ്രാജുവേറ്റ്സ് ആയിട്ട് പാസ്സായിട്ടുള്ള, അതായത് BSc മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, അത് അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BCom പഠിച്ചവരായിരിക്കണം, പക്ഷേ വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കണം. പിന്നെ BE BTech പഠിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം 50% ഇക്വലന്റ് ഗ്രേഡ് ഇൻ 10th, 12th ഓർ ഡിപ്ലോമ ആൻഡ് 50% എബോവ് ഇൻ UG ആൻഡ് ഡിപ്ലോമ. ഇത്രയും മാർക്ക് കിട്ടിയവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നോ ആക്റ്റീവ് ബാക്ക്ലോഗ്സ്, അതായത് പാസ്സായിരിക്കണം എന്നർത്ഥം. അതായത് ബാക്ക്ലോഗ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒന്നും മസ്റ്റ് ബി ആൻ ഇന്ത്യൻ ആസ് യൂഷ്വൽ. ഓക്കെ, റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് ജോലി? ആസ് എ ഡാറ്റ അനോട്ടേറ്റർ എന്നാണ് കമ്പനി ഇതിൻ്റെ ഡെസിഗ്നേഷൻ. ഓക്കെ, യുവർ ജോബ് ഈസ് ടു ഹെൽപ്പ് ട്രെയിൻ AI സിസ്റ്റം, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ഇതിനെ ഹെൽപ്പ് ചെയ്യലാണ് ബൈ ആഡിങ് മീനിങ് ലേബൽസ്, ടാഗ്സ് ഓർ മാർക്കേഴ്സ് ടു ഡാറ്റ സച്ച് എസ് ഇമേജസ്, ടെക്സ്റ്റ്, ഓഡിയോ ഓർ 3D വിഷ്വൽസ് സോ ദാറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം ക്യാൻ ലേൺ ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ വേൾഡ് കറക്റ്റ്ലി. അതായത് ഒരു AI മിഷനെ ഉള്ള ഡാറ്റ കൊടുത്ത് അതിനെ പഠിപ്പിക്കുന്നതാണ് എന്നാണ്. അതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാവരും പറഞ്ഞു തരുന്ന പോലെ ചെയ്താൽ മതി. സ്കിൽസ് റിക്വയർഡ് ആസ് എ ഡാറ്റ അനോട്ടേറ്റർ, യുവർ ജോബ് ഈസ് ടു ഹെൽപ്പ് ട്രെയിൻ AI സിസ്റ്റം. ഞാൻ പറഞ്ഞില്ലേ, ഹെൽപ്പ് ട്രെയിൻ AI സിസ്റ്റം ബൈ ആഡിങ് മീനിങ് ലേബിൾസ്, ടാഗ്സ്, മാർക്കേഴ്സ് ടു ഡാറ്റ സച്ച് എസ് ഇമേജസ്, ടെക്സ്റ്റ്. പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഒന്നും കൂടി പറഞ്ഞിരിക്കുകയാണ് അവരൊക്കെ. സ്കിൽസ് റിക്വയർഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ബോത്ത് വെർബൽ ആൻഡ് റിട്ടൺ, ഹൈ പേഷ്യൻസ്, ഫോക്കസ് ആൻഡ് ഡീറ്റെയിൽ ഓറിയന്റഡ്, എബിലിറ്റി ടു സിറ്റ് ഫോർ ലോങ് അനോട്ടേഷൻ cycles, good accuracy during image-based tasks, ability to learn SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, നോ ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് വിഷ്വൽ ക്യൂസ്, സ്ട്രോങ് ടാസ്ക്. ഇതെല്ലാം യൂഷ്വൽ എല്ലാം ഇത് വേണമല്ലോ, നല്ല പറ്റുമോ. ഇത് ട്രെയിനിങ് ടൈമിൽ നിങ്ങൾക്ക് 12,000 ആണ് കിട്ടുക. ഫുൾ ടൈം എംപ്ലോയി ആയി കഴിഞ്ഞാൽ 12,000 to 40,000 ആണ് അവർ ഓഫർ ചെയ്യുന്നത്. പിന്നെ പ്രൊമോഷനൊക്കെ എല്ലാം കിട്ടുന്നതാണെങ്കിൽ അതും ഇനി മേലേക്ക് പോകാൻ പറ്റും. നോട്ട്, it is mandated for trainees to undergo the training program to get converted to. അത് ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. Trainees will be entitled to an 18 months service agreement from the start date as trainee. കമ്പനി ഈസ് എ ഗ്ലോബൽ AI ഡ്രിവൺ ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് കമ്പനി. കമ്പനി എന്താണെന്നാണ് 25 ഇയർ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ഞാൻ കുറച്ച് നേരം സ്ക്രീനിൽ വയ്ക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇത് നിങ്ങൾ വായിച്ചും മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും കമ്പനീനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഈ യൂട്യൂബ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇട്ടാലാണ് കൂടുതൽ ആൾക്കാർ എത്തുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഗ്രൂപ്പ്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും. ഓക്കെ, ഒരു ഷെയർ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അങ്ങനെ ചെയ്യൂ. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾക്കൊരു ജോലി കിട്ടുന്ന കേസാണിത്. നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഗുണം കിട്ടും. നിങ്ങൾ അറിയാത്ത ആൾക്കാർക്കായിരിക്കും. ഓക്കെ, ഹൗ ടു അപ്ലൈ. കമ്പനി ലിങ്ക് ടു അപ്ലൈ വിൽ ബി പിൻഡ് ഇൻ ദ കമൻസ്. ഓക്കെ, അതിൻ്റെ കമ്പനിയുടെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്ക് ഇതിൻ്റെ കമൻസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലിങ്കായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ സെലക്ഷൻ പ്രോസസ്, റൗണ്ട് 1 ഓൺലൈൻ അസസ്മെൻറ്റ്, HR സ്ക്രീനിങ്, ഇൻ്റർവ്യൂസ്, HR ഡിസ്കഷൻ ആസ് യൂഷ്വൽ. അതെല്ലാം കോമൺ ആണ് എല്ലായിടത്തും. വേറൊരു കാര്യം, ഇതിൽ ചെറിയൊരു കാര്യമുള്ളത്, ആൾ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്, അതായത് ഇതെല്ലാം കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ അവർ നാറ്റ്സിൻ്റെ പോർട്ടൽ, നാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം, ഇതവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പോർട്ടലാണ് അപ്രന്റീസിന്. ഇത് ചില ആൾക്കാർ ആൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാരെന്ന് വെച്ചാൽ അതിൻ്റെ നമ്പർ കൊടുത്താൽ മതി. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് കയറുക.
nats.education.gov.in കയറുക. അതിൻ്റെ ഫുള്ള് ഞാൻ വെള്ളാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കയറുക. ഇതിൽ കയറിയിട്ട് അത് രജിസ്റ്റർ ചെയ്യുക. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ വേണ്ടൂ. അല്ലെങ്കിലും ചെയ്ത് വെക്കണം നല്ലതാണ്. ഓക്കെ, കാൻഡിഡേറ്റ്സ് വിൽ ബി ഗൈഡഡ് ത്രൂ സെലക്ഷൻ പ്രോസസ്. ഓഫർ ആൻഡ് ഓൺബോർഡിംഗ് ടൈം ലൈൻ, അതായത് 31st ഇത് ആൾറെഡി ഓപ്പൺ ചെയ്യണം. അപ്പോൾ 31st ജനുവരിന്ന് 2026 മുതൽ ഒരു ബാച്ചിലേക്ക് ആളായി കഴിഞ്ഞാൽ അവരത് തുടങ്ങും, ഓരോരോ ബാച്ചായിട്ട്. ഇപ്പോൾ ഇങ്ങനെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ 28/2/2026 വരെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, കമ്പനി നെയിം ഈസ് ഇന്ത്യം സോഫ്റ്റ്വെയർ. ഇന്ത്യം വായിക്കാൻ പറ്റുന്നില്ല, ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യം സോഫ്റ്റ്വെയർ. ഓക്കെ, അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ കമ്പനീനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതവിടെ ഇവിടെ കൊടുത്തിട്ടില്ല. ഇതിൽ അവിടെ കമൻസിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ കയറിയാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കമ്പനിയെ പറ്റി അറിയണമെങ്കിൽ ഇതിൽ കയറിയാൻ പറ്റും. കമ്പനി അഗൈൻ അത് പറഞ്ഞ കാര്യം തന്നെ, ഗ്ലോബൽ AI ഡ്രിവൺ കമ്പനി, കമ്പനി സ്റ്റാർട്ടപ്പ് വേൾഡ് വൈഡ്, ഹെഡ് ക്വാർട്ടർഡ് ഇൻ കാലിഫോർണിയ, ഇന്ത്യൻ സ്പെഷ്യലൈസ് ഇൻ ഡാറ്റ ആൻഡ് ജനറേറ്റീവ് AI. ഈ ജനറേറ്റീവ് AI ആണ് ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം, പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഓട്ടോമേഷൻ. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഇനി ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ ലിങ്ക് തരാമെന്ന് പറഞ്ഞില്ലേ, അതിൽ ഈ ലിങ്കിൽ നിങ്ങൾ കയറുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് വീണ്ടും കമ്പനിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ സാലറി കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാലറി കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് അവിടെ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ താഴത്തേക്ക് വരുന്ന സമയത്ത് എല്ലാം പറഞ്ഞ കാര്യങ്ങൾ തന്നെ, SOP ഇതെല്ലാം ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. ഇതിന് പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വീണ്ടും ഇവിടെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അവർ. ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് താഴത്തേക്ക് പോകുമ്പോൾ ഇത് നിങ്ങൾ ഏത് ഇമെയിൽ ഐ ഡിന്നാണ് അതിൽ കയറി വെച്ചാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുടെ അഡ്രസ്സ് അവിടെ കാണിക്കും. ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് ആയിരിക്കും പിന്നെ ഡീറ്റെയിൽസ് വരിക നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ. അല്ല, ഇമെയിൽ ഐ ഡി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വിച്ച് അക്കൗണ്ട്സ് കൊടുത്തിട്ട് മാറ്റാൻ പറ്റും. ദി നെയിം, പിന്നെ ഇതെല്ലാം ഇതെല്ലാം ഒരുപാട് ആൾക്കാർ ഫില്ല് ചെയ്തായിരിക്കും, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് ആഡ് ഫയൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോവും. അപ്പോൾ അവരൊരു ബാച്ചിന് ആളായി കഴിഞ്ഞാൽ അവർ വിളിക്കാൻ തുടങ്ങും. വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ സെലക്ഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി കഴിഞ്ഞാൽ അവർ നാറ്റ്സ് പോർട്ടലിൽ ഇവിടെ പറഞ്ഞിട്ടില്ല, ഈ പോർട്ടലിൽ ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സൈറ്റാണ്, ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറയും. ഓക്കെ, താങ്ക് യു. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അവരുടെ വീട്ടിലോ ഒക്കെ ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു.